ഹായ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇഞ്ചി അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിന് കുറച്ച് ഇഞ്ചി എടുക്കണം, ഒരു പച്ചമുളക്, ഈ അളവിൽ, ഇത്രയും ഇഞ്ചിക്ക് ഈ അളവിൽ ശർക്കര, അതുപോലെ വേപ്പില, എള്ളെണ്ണ, കടുക്, ഉലുവ, മുളക് പൊടി, പിന്നെ കുറച്ച് വിനാഗിരി. ഇത്രയാണ് ഈ ഇഞ്ചി അച്ചാറിന് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി ഇങ്ങനെ വളരെ ചെറിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അത് മറ്റേ ചോപ്പറിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി മിക്സിയിൽ അടിക്കരുത് കേട്ടോ, മിക്സിയിൽ അടിക്കരുത്. അപ്പോൾ അതിലെ വെള്ളം ഇറങ്ങും, ആ പേസ്റ്റിൻ്റെ അതിലേക്ക്, ആ രൂപത്തിലേക്ക് വരും. അപ്പോൾ അത് വേണ്ട. ഒന്നല്ലെങ്കിൽ കത്തി വെച്ച് വളരെ പൊടി പോലെ അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മറ്റേ ചോപ്പറിലോ അങ്ങനെ വല്ലതിലും പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഉലുവയിട്ട് ഞാനിപ്പോൾ കടുകിട്ട്, ഇനി പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് മതി കേട്ടോ, നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു പച്ചമുളക് മതി. കാരണം ഇഞ്ചിക്ക് ഒരുവിധം എരിവുണ്ട്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവും കൂടി ആകുമ്പോൾ ഭയങ്കര എരിവാകും അച്ചാറിന്, നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇനി കുറച്ചധികം സമയം ഇനി ഇതിങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഇങ്ങനെ അത് പാനിലിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഞാനിത് മൊത്തത്തിൽ നിങ്ങളെ കാണിച്ചിട്ടില്ല, വീഡിയോ ഒരുപാട് അങ്ങോട്ട് ലെങ്തായി പോകും അത് കാണിക്കുമ്പോൾ. അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ ഇതിൽ കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് സിമ്മിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇപ്പം ചേർത്ത് കൊടുക്കേണ്ട സമയമാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി തീ വളരെ സിമ്മിലിട്ട ശേഷം പതുക്കെ സാവധാനം ഇങ്ങനെ ഇത് ഇളക്കി ആ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ കൂട്ടിയിടരുത്, മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ സാവധാനം ഇളക്കി അങ്ങനെ ആ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം എണ്ണയിലിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചൂടായിരിക്കുന്നുണ്ട്, ആ ചൂടുവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിക്കണത് ഒരു പീസ് ശർക്കര എടുത്ത് വെച്ചിട്ടില്ലേ, ആ ശർക്കര ഇതിലൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത്. ഇനി ശർക്കര ഒന്ന് മെൽറ്റായി വരുന്ന വരെയും ആ വെള്ളം വറ്റുമ്പോഴേക്കും ആ ശർക്കരയും മെൽറ്റായി കിട്ടും. ഞാൻ ഈ സമയം ഇതിന് ശേഷം വിനാഗിരി ചേർത്തായിരുന്നു കേട്ടോ. അത് ഇതിൽ വീഡിയോയിൽ അത് ഞാൻ കുറേ കട്ട് ചെയ്തപ്പോൾ അത് പോയി. അപ്പോൾ ഈ സമയം വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് അച്ചാറിൻ്റെ എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. കുറച്ച് ഒരുപാട് ഇച്ചിരി ലോങ്ങായി പോകണോണ്ട് ഞാനത് പെട്ടെന്ന് കാണിക്കണതാണ്, സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കണതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അളവിന് നമുക്ക് എടുക്കണമെന്ന് തോന്നണമെങ്കിൽ ഇത്രയും വെള്ളം വറ്റിയാൽ മതി. കുറച്ചുകൂടി വറ്റണമെന്ന് തോന്നണമെങ്കിൽ കുറച്ചുകൂടിയും ടൈമും കൂടിയും ഒന്ന് തീയിൽ തന്നെ ഇരിക്കട്ടെ. ഏകദേശം അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തീയിൽ വെക്കും തോറും അത് കുറുകി തന്നെ വരും. അപ്പോൾ നമ്മുടെ ഇഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ എനിക്ക് സബ്സ്ക്രൈബും ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻസൊക്കെ ഒന്ന് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഇഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചൂടാറിയ ശേഷം ഞാൻ അത് ബോട്ടിലേക്ക് മാറ്റി വെച്ച് അതാണ് ഈ കാണിക്കണത്. നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. നിങ്ങളിത് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് ഉപേക്ഷിക്കില്ല. അത്രയ്ക്കും നല്ല അച്ചാറാണ്. അപ്പോൾ